ഹായ് ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മുറ്റത്തെ കുറച്ച് ചെടികളാണ് കാണിക്കുന്നത്. മുറ്റം നല്ലൊരു മേക്ക് ഓവറൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെറിയ രീതിയിൽ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടാണ് ചെടികൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ലോണൊക്കെ പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ വെയിൽ കുറവായിരിക്കും. കാരണം ഇവിടെ കുറച്ച് തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, മാവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വെയിൽ പൊതുവെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാ ഒറിജിനൽ ഗ്രാസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. പിന്നെ നമ്മുടെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഗാർഡൻ ഗ്രാസ് ആണ്. അതിടുമ്പോൾ ചെറിയൊരു വിഷമം. നമ്മൾ മണ്ണിനെങ്ങനെ പുതപ്പിച്ച് അതിലേക്കുള്ള എല്ലാ വായുസഞ്ചാരവും അതുപോലെ തന്നെ മണ്ണിലേക്കുള്ള ജലാംശവും ഒക്കെ തടയല്ലേ എന്നുള്ള ചെറിയൊരു വിഷമമുണ്ട്. ഇനി അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന്. ഇപ്പോൾ ദാ ഇവിടെയുള്ള മരങ്ങളുടെ ചുവട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ, അതുപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിലായിട്ടുള്ള ചെടികൾ, പല ചെടികൾ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ചെടികൾ തന്നെയാണ്. പിന്നെ കുറച്ചിങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പെറ്റൂണിയാണ്. പെറ്റൂണിയ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പൂവിട്ടിട്ടുണ്ട്. പുതിയ ഇലകൾ വരുന്നുണ്ട്, അതിലും പൂക്കളുണ്ട്. പെറ്റൂണിയനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു പെറ്റൂണിയ എനിക്ക് പിടിച്ച് കിട്ടുന്നത്. ഇപ്പം ഈ കാണുന്നതും പെറ്റൂണിയയുടെ ഇനിതാ പൂവിടാൻ പോകുന്നൊരു ചെടിയാണ്. ഇതും നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ക്രോട്ടൺ ചെടികളാണ്. ഞാൻ മതിലിനോട് ചേർന്ന് വെയിൽ കിട്ടുന്ന ഭാഗത്ത് കുറേ ക്രോട്ടൺ ചെടികൾ ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലാണ് അതിൻ്റെ നല്ല നിറത്തിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള നിറം കുറഞ്ഞൊരു പച്ചയിലേക്ക് വരും. അപ്പോൾ എങ്കിലും കുറച്ചൊക്കെ കിട്ടാവുന്ന രീതിയിൽ, വെയിൽ കിട്ടാവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെടികൾ ഇങ്ങനെ താഴ്ത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചെടി നിങ്ങൾക്കറിയാം, ശതാവരി, നമ്മുടെ എവർഗ്രീൻ ചെടിയാണ്. ഒരു കാലത്ത് ഒരു താരായിരുന്നൊരു ചെടിയാണ് ഈ എവർഗ്രീൻ, ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഹാങ്ങിങ്സ്, പോത്തോസിൻ്റെ മാർബിൾ പോത്തോസ്, അതുപോലെ തന്നെ മഞ്ജുള പോത്തോസ്, പിന്നെ കൊക്കഡോമ ഉണ്ടാക്കിയിട്ട് അതിൽ ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇലകൾ കട്ടിയുള്ള ഒരു തരം ചെടി, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളുള്ള വേറൊരെണ്ണം. ഇതൊക്കെ മഞ്ജുള പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ചെടികൾ പറ്റാവുന്ന രീതിയിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ചെടി നല്ല സുന്ദരിയായ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. അതെനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ടർട്ടിൽ വൈനാണ്. പിന്നെ നിയോൺ പോത്തോസ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.